സൺഡേ നൈറ്റ് കഴിഞ്ഞ വ്ളോഗിന്റെ ബാലൻസ് ആണ് കേട്ടോ ഇത്. ചെറുപ്പത്തിൽ മോള് ചോറുണ്ടെന്നില്ല എന്നും പറഞ്ഞ് അച്ഛനും അച്ഛമ്മയും അമ്മയും കൂടെ എന്നെ ഒരുപാട് ചോറ് തീറ്റിക്കുമായിരുന്നു. പക്ഷേ വലുതാകുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ചില കാര്യങ്ങളൊക്കെ അൺലേൺ ചെയ്യേണ്ടി വരും. അതുപോലെ ചെയ്തൊരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറ്. വേർക്കാത്ത ജോലിയുള്ള നമുക്ക് അത് കുറവ് മതി. അതേ കാർബോഹൈഡ്രേറ്റ് കുത്തി നിറച്ച് കഴിക്കും നമ്മുടെ ശരീരം എന്ത് ചെയ്യും, കാർബോഹൈഡ്രേറ്റിനൊക്കെ ഫാറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്തു. പക്ഷേ ഒറ്റയടിക്ക് ഇതൊക്കെ കുറയ്ക്കുമ്പോൾ ഒന്ന് പണി വാളാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പഴയ പോലെ ക്ഷീണവും ഉന്മേഷക്കുറവും ഹായ് അന്തസ്. ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ചോറ് മുഴുവനായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നവരോട് പറയണം, അതങ്ങനെയല്ല സാറേ. ശരീരത്തിൽ കറക്റ്റ് അളവ് കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എനർജി എവിടെ നിന്ന് കിട്ടും? ഞാനീ പറയണത് കേട്ടിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള അത്രയും കഴിക്കരുത്. എല്ലാം ആവശ്യത്തിന്, അധികമായാൽ അമൃതം വിഷമെന്നാണല്ലോ. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ട്രൈ ടു ഈറ്റ് എ ബാലൻസ്ഡ് മീൽ എവറി ടൈം. കഥ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. പൊടി ഇട്ട് കോളിഫ്ലവർ നന്നായി കഴുകിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അരിപ്പൊടി, കോൺഫ്ലവർ, ഉപ്പും കൂടെ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യുക. നന്നായി വറുത്തെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം, മുളക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. സെറ്റ് ആകുമ്പോൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്യുക. ഗ്രേവി കുറച്ചൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ കലക്കി ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് വറുത്ത് വെച്ച കോളിഫ്ലവറും കൂടി ഇടുക. സോ സിമ്പിൾ, സാധനം സെറ്റായി. ചപ്പാത്തി, ഇഡലി, ദോശ, പുട്ട് ഇതിന്റെ കൂടെ ഒക്കെ ഞാനിത് കഴിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും കോംബോ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഫ്രൈഡ് റൈസിന്റെ കൂടെ. ഇത് കോമ്പിനേഷൻ ഇഷ്ടമുള്ളതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. നാളത്തേക്കുള്ള ലഞ്ചും പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങി. ബാക്കി നാളെ.